പൊതുമേഖലാ സ്ഥാപനമായ കോട്ടയം ട്രാവൻകൂർ സിമന്റ്സിന്റെ വൈദ്യുതി വിച്ഛേദിച്ച് കെ.എസ്.ഇ.ബി. 2,20,00,000 രൂപ ബിൽ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് നടപടി. ഭൂമി വിൽപ്പന നടത്തി സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് കരകയറാനുള്ള കമ്പനിയുടെ ശ്രമങ്ങൾക്കിടെയാണ് കെ.എസ്.ഇ.ബിയുടെ ഇരുട്ടടി. ഇന്ന് രാവിലെയാണ് കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥരെത്തി കമ്പനിയിലെ വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്തത്. 2018 നവംബർ മുതൽ 2019 സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ കമ്പനി കുടിശ്ശിക വരുത്തിയ തുകയും പിഴയുമടക്കം 2,20,00,000 രൂപ അടയ്ക്കാത്തതിനെ തുടർന്നാണ് നടപടി. വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് കമ്പനിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിലച്ചു. പ്രശ്നപരിഹാരത്തിന് കെ.എസ്.ഇ.ബി അധികൃതരുമായി കമ്പനി മാനേജ്മെന്റ് ആശയവിനിമയം തുടങ്ങി. കെ.എസ്.ഇ.ബി നടപടിക്കെതിരെ പ്രതിപക്ഷ യൂണിയനുകൾ രംഗത്തെത്തി. ഇത് ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നൊരവസ്ഥയായിരിക്കുക. ഈ കമ്പനി കഴിഞ്ഞ 2 വർഷമായിട്ട് കുടിശ്ശിക വരുത്താതെ ഇലക്ട്രിസിറ്റി അടയ്ക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഈ 2,20,00,000 എന്ന് പറയുന്ന എമൗണ്ട് അല്ല, അത്രയില്ല. 1,80,00,000 ഉള്ളൂ. അത് മുൻകാലത്തെ 2 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന ബാധ്യതയാണത്. ഒരു നോട്ടീസ് പോലും തരാതാണ് സത്യത്തിൽ ഇപ്പം കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കണം. കാരണം ഞങ്ങളുടെ അസംസ്കൃത വസ്തുവായ ക്ലിങ്കർ ഇറക്കുമതി ചെയ്യുന്നത് പോലും പൈസ കടം വാങ്ങിയാണ്. 5 മാസത്തിലധികമായിട്ട് തൊഴിലാളിക്ക് ശമ്പളമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു കമ്പനിയിൽ ചെറുതായി നടക്കുന്ന പ്രൊഡക്ഷൻ, ആ ഉൽപാദനം പോലും ഇല്ലാതാക്കാനേ ഇതുകൊണ്ട് സാധ്യമാകത്തുള്ളൂ. കുടിശ്ശിക അടയ്ക്കുന്നതിന് സാവകാശം നൽകാത്ത കെ.എസ്.ഇ.ബി നടപടിയിൽ CITU അടക്കമുള്ള ഭരണകക്ഷി യൂണിയനുകൾക്കും പ്രതിഷേധമുണ്ട്. കാക്കനാട്ടെ ഭൂമി വിൽപ്പന നടപടികൾ പൂർത്തിയായാൽ കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നാണ് മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. മീഡിയ 1 കോട്ടയം.